ഭഗവാന്റെ ശിഷ്യനായ ജോൺ ധർമ്മതീർത്ഥർ ഒരിക്കലും പറയുകയുണ്ടായി, ഗുരുദേവന്റെ സൃഷ്ടിപരമായ പരിപാടിയിൽ ക്ഷേത്രമാണ് കേന്ദ്രസ്ഥാനമായിരുന്നത് എങ്കിലും ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് വിദ്യാലയങ്ങൾ കൂടി നടത്തുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിദ്യാഭ്യാസ കാര്യത്തിൽ ഗുരുദേവൻ ഒരു മഹാപ്രവീണൻ തന്നെയായിരുന്നു എന്ന് ജോൺ ധർമ്മതീർത്ഥർ പറയുകയുണ്ടായി. ഇത് അദ്ദേഹം പ്രസ്താവിച്ചത് തികച്ചും അർത്ഥവത്താണ്. വിദ്യാഭ്യാസമായിരുന്നു സ്വാമിയുടെ പ്രവർത്തനത്തിന്റെ പ്രധാന ഊന്ന്. പള്ളിക്കൂടത്തിനുള്ള അലങ്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങൾ. കേരളത്തിന്റെ മാനസിക ഘടനയെ സൂക്ഷ്മമായി പഠിച്ചതിന്റെ ഫലമായിട്ടാണ് ക്ഷേത്രങ്ങളും സ്വാമികളുമായി ഇങ്ങനെയൊരു ബന്ധമുണ്ടായത് എന്ന് PK ബാലകൃഷ്ണൻ സാറ് ശ്രീനാരായണ ഗുരു എന്ന കൃതിയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടത്തി പണം ദുർവ്യയം ചെയ്യുന്നതിന് പകരം വിദ്യാലയങ്ങളിലും വിശ്രമ മന്ദിരങ്ങളും വായനാശാലകളും തൊഴിൽശാലകളും മറ്റും സ്ഥാപിക്കുവാൻ സ്വാമി ഉപദേശിക്കുകയും സ്വന്തം ക്ഷേത്രങ്ങളിൽ അവ നടപ്പിൽ വരുത്തുകയും ചെയ്തു. അവശ്യ സമുദായക്കാരോട് ആധുനിക വിദ്യാഭ്യാസത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഇത് PK ഗോപാലകൃഷ്ണൻ സാറ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന PK ബാലകൃഷ്ണൻ സാറിന്റെ കൃതിയിൽ പ്രത്യേകം പറയുന്നതായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു. തന്റെ വിദ്യാഭ്യാസ ലക്ഷ്യം സബലീകരിക്കുന്നതിനായി അദ്ദേഹം നാട് മുഴുവൻ സഞ്ചരിക്കുകയും ഭക്തജനങ്ങൾ കൂടുന്നിടത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ അത്യാവശ്യകതയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സമുദായാംഗങ്ങൾ ഉദാരമായി സംഭാവന നൽകണമെന്ന് ഭഗവാൻ അറിയിച്ചതിന്റെ ഫലമായി ധാരാളം വ്യക്തികൾ അവരവരുടെ കഴിവിനനുസൃതമായി സംഭാവന നൽകുവാൻ മുന്നോട്ട് വന്നു. ഭഗവാനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഭക്തന്മാർ രസീതുകൾ എടുത്ത് ആ പണം സ്വീകരിക്കുകയും ശിവഗിരി ഓഫീസിൽ ആ തുക അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള പിരിവും കണക്കെഴുത്തും നടത്തുന്നതിന് ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചു വളരെ സത്യസന്ധമായ സേവനമനുഷ്ഠിച്ച നെടുങ്കണ്ട കാക്കക്കുഴിയിൽ മാധവൻ എന്ന ഭക്തനെ ഭഗവാൻ വളരെയധികം ശ്ലാഘിച്ചിട്ടുണ്ട്. 1921 തിരുവനന്തപുരത്ത് മുട്ടത്തറ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന പുലയ മഹാസഭയുടെ വാർഷിക സമ്മേളനത്തില് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഭഗവാൻ ചെയ്ത പ്രസംഗവും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ നയപ്രഖ്യാപനമായിരുന്നു എന്ന് പറയാം. 1996 ചിങ്ങം ലക്കം വിവേകോദയം മാസികയിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. പ്രസ്തുത പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: മനുഷ്യർ ഒക്കെ ഒരു ജാതിയാണ്. അവരുടെ ഇടയിൽ സ്ഥിതി ഭേദമില്ലാത്ത ജാതി ഭേദമില്ല, ഉണ്ടാകാൻ നിവൃത്തിയുമില്ല. ചിലർക്ക് പണവും പഠിപ്പും ശുചിയും മറ്റും കൂടുതലായിരിക്കും, മറ്റു ചിലർക്ക് അതൊക്കെ കുറവായിരിക്കും. ചിലരുടെ നിറമായിരിക്കില്ല മറ്റു ചിലരുടെ നിറം. ഇത് മാതിരിയുള്ള വ്യത്യാസങ്ങളല്ലാതെ മനുഷ്യർക്ക് ജാതി വ്യത്യാസമില്ല. പുലയർക്ക് ഇപ്പോൾ ധനവും വിദ്യയുമില്ലാത്ത കുറവ് വളരെയുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസം പ്രധാനമായി വേണം. അത് ഉണ്ടായാൽ ധനവും ശുചിയും എല്ലാം ഉണ്ടായിക്കോളും. ഭഗവാൻ അന്ന് ആ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണിത്. 1925 മാർച്ചില് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഗുരുവിനെ സന്ദർശിക്കുകയും വിവിധ വിഷയങ്ങളെപ്പറ്റി ദീർഘമായി സംഭാഷണം നടത്തുകയും ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള ഈ സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് അന്ന് കോട്ടയം ജഡ്ജ് ആയിരുന്ന N കുമാരൻ BL ആയിരുന്നു. ഗാന്ധിജിയുമായുള്ള സംഭാഷണ മധ്യേ ഗുരു അധസ്ഥിത വർഗം വിദ്യാഭ്യാസ സമ്പന്നരായി തീരേണ്ട കാര്യത്തെ പറ്റി കൂടി ഊന്നിപ്പറഞ്ഞതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ഗുരുവിന് വിദ്യാഭ്യാസ കാര്യങ്ങളോടുള്ള ആഭിമുഖ്യം സൂചിപ്പിക്കുന്ന പ്രസക്ത ഭാഗം ഇവിടെ ചേർക്കാം. മഹാത്മാഗാന്ധി പറഞ്ഞു, അധകൃത വർഗക്കാരുടെ അവശതകൾ തീർക്കുന്നതിന് അയിത്തോച്ചാടനത്തിന് പുറമെ മറ്റ് എന്തെല്ലാം വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം. ഭഗവാൻ മറുപടിയായി പറഞ്ഞത്, അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. മിശ്രഭോജനമോ മിശ്ര വിവാഹമോ വേണമെന്ന പക്ഷമില്ല. നന്നാകാനുള്ള സൗകര്യം എല്ലാവരെയും പോലെ അവർക്കും ഉണ്ടാകണം. ശ്രീ K ദാമോദരൻ BA എഴുതിയ ഗുരുദേവന്റെ ജീവചരിത്രത്തിലും PK ബാലകൃഷ്ണൻ എഡിറ്റ് ചെയ്ത ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥത്തിലും ഈ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം ചേർത്തപ്പെട്ടിട്ടുണ്ട്.
ചെമ്പഴന്തി, അരുവിപ്പുറം, വൈക്കം, ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അവിടെയെല്ലാം സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും പഠിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് സ്കൂളുകളുടെ പ്രവർത്തനം നവീകരിക്കുകയും ചെയ്യുവാൻ ഗുരു പരിശ്രമിച്ചിരുന്നു. അക്കാലത്ത് സമ്പന്നരുടെയും സവർണരുടെയും ആഢ്യത്വത്തിന്റെയും പ്രതാപത്തിന്റെയും ഭാഷ സംസ്കൃതമായിരുന്നതിനാലാണ് ആദ്യകാലങ്ങളിൽ സംസ്കൃത പഠനത്തിന് തന്റെ എല്ലാ വിദ്യാലയങ്ങളിലും അദ്ദേഹം പ്രമുഖ സ്ഥാനം നൽകിയത്. സംസ്കൃത ഭാഷയിലും സാഹിത്യത്തിലും സാമാന്യ ജ്ഞാനം നേടുന്നതിനായിരുന്നു പാണ്ഡിത്യത്തിന്റെ മാനദണ്ഡമായി അക്കാലത്ത് ജനം കരുതിയിരുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്കും അധസ്ഥിതർക്കും സംസ്കൃതം പഠിക്കുവാൻ സാധിക്കുന്ന പക്ഷം സാമൂഹികവും ജാതീയവുമായ ഉച്ചനീചിത്വങ്ങളുടെ അകലവും ആഴവും കുറയ്ക്കുവാൻ സാധിക്കുമെന്നും സാമുദായിക മൈത്രിയും സമന്വയഭാവവും ഒരു ഘട്ടം വരെയെങ്കിലും സന്തുലിതമാക്കുവാൻ സാധിച്ചേക്കുമെന്ന് ഗുരുദേവൻ പ്രത്യാശിച്ചു. അതിലേക്ക് വേണ്ടി അദ്ദേഹം അത്യധികം അധ്വാനിച്ചു. കുട്ടികൾക്ക് നൽകുന്ന സംസ്കൃത വിദ്യാഭ്യാസം തികച്ചും അന്യുനയവും ശാസ്ത്രീയവുമായിരിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അധ്യാപനത്തിൽ ഉന്നത നിലവാരം നിലനിർത്തുന്നതിനും വേണ്ടി ഇരുത്തം വന്ന സംസ്കൃത പണ്ഡിതന്മാരെയായിരുന്നു അധ്യാപകർ ആയി അദ്ദേഹം നിയമിച്ചത്. അക്കാലത്ത് ഏറ്റവും മികച്ച പണ്ഡിതന്മാരായിരുന്ന മുണ്ടയിൽ ഗോവിന്ദനാശാൻ, അഷ്ടാംഗ ഹൃദയ പരിഭാഷകനായ കായിക്കര ഇടക്കുഴിയിൽ പി.എം. ഗോവിന്ദൻ വൈദ്യർ എന്നിവരായിരുന്നു ശിവഗിരി സ്കൂളിലെ സംസ്കൃത അധ്യാപനത്തിൽ ചുമതല വഹിച്ചിരുന്നത്. ഈ പണ്ഡിതന്മാർ മറ്റ് സ്കൂളുകൾ സന്ദർശിച്ച് അവിടുത്തെ അധ്യാപനത്തിന്റെ നിലവാരത്തെ പറ്റി പരിശോധന നടത്തുന്നതിനും ഗുരു ഏർപ്പാടുകൾ ചെയ്തിരുന്നു. താൻ നൽകുന്ന വിദ്യാഭ്യാസം സമൂഹത്തിന് പൂർണ്ണ രൂപേണ അവികലവും ഗുണപ്രദവുമായിരിക്കണമെന്ന പരമോന്നത ചിന്തയാണ് ഭഗവാനിൽ നിക്ഷിപ്തമായിരുന്നതെന്ന് ഇക്കാര്യം വ്യക്തമാക്കുന്നു.